മാർത്തോമാ പൗലീസ് ദ്വിതീയൻ കത്തോലിക്ക ബാവ ഇന്ന് സ്ഥാനാരോഹണം ചെയ്ത് സ്ഥാനമേറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ലഭിച്ച ഈ അവസരത്തെ നന്ദി പറഞ്ഞുകൊണ്ട് നേതൃത്വ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. തുടർന്ന് ഈ മലങ്കര സഭയെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള ദൈവനിയോഗം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ തുടർന്നുള്ള പദ്ധതികളെക്കുറിച്ച്, ഈ മലങ്കര സഭ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള അദ്ദേഹത്തിന്റെ തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോടൊന്ന് ആരായാം. കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞ് ഈ സഭയെ 21-ാം നൂറ്റാണ്ടിലേക്ക് നയിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വമാണ് മലങ്കര സഭ ബലഹീനായിരിക്കുന്നതിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരമാവധി നിർവഹിക്കുവാൻ തക്കവണ്ണം ഞാൻ പരിശ്രമിക്കുന്നതാണ്. മനുഷ്യ ജീവിതത്തിലെ ധാരാളം മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നൊരു കാലഘട്ടമാണ്. നഷ്ടപ്പെട്ട മൂല്യങ്ങൾ നമുക്ക് തിരിച്ച് പിടിക്കാൻ തക്കവണ്ണം ഏറെ ശ്രമം ആവശ്യമുണ്ട്. കാരണം മൂല്യച്യുതി എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമല്ല, ആഗോള വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതിന് പല പല കാരണങ്ങളും ഉണ്ടാകാം, ന്യായീകരണങ്ങളും ഉണ്ടാകാം. ധനത്തിൻ്റെ സമൃദ്ധി ഒരു വളരെ പ്രധാനപ്പെട്ടൊരു വസ്തുതയാണ്. ധനം സമാഹരിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവുമാണ്. അങ്ങനെ ധനാർജന ആസക്തി വർദ്ധിക്കുമ്പോൾ നാം മനുഷ്യനെ മറന്നുപോകുന്നു എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ്. പാവപ്പെട്ടവനോടും ദാരിദ്ര്യം അനുഭവിക്കുന്നവരോടും അതുപോലെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഓരോരുത്തരോടുമുള്ള നമ്മളുടെ മനോഭാവവും ബന്ധവും കുറെ കൂടെ ക്രിസ്തീയ മാതൃകയിലേക്ക് എത്തത്തക്കവണ്ണമുള്ള ബോധവൽക്കരണങ്ങളും ആഹ്വാനങ്ങളും ഒക്കെ സഭയിൽ ആവശ്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ യുവതലമുറ അവരും പല കാരണങ്ങളാൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അകന്നകന്നു പോകുന്നുണ്ട്. അത് മതപരമായ കാര്യങ്ങളിൽ മാത്രമല്ല, അവരെ പല വിധത്തിലും നേരായ വഴിയിൽ നിന്ന് വഴി പോകുന്നില്ലേ എന്ന് ചിലപ്പോഴൊക്കെ സംശയം തോന്നിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെ സാങ്കേതിക ശാസ്ത്ര വികസനം നിമിത്തം, അതുപോലെ തന്നെ IT ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു വികസനം മുഖാന്തരം ഒക്കെ പല വിധത്തിലും യുവ തലമുറ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ മുഖ്യധാരയിൽ നിന്ന് പോകേണ്ട വഴിയിൽ നിന്ന് അല്പമൊക്കെ വ്യതിചലിക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്നു. അതുകൊണ്ട് സഭ, മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അതൊരു പുരാതന സഭയാണ്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ചൊരു സഭയാണ്. അതുകൊണ്ട് പൗരാണിക മൂല്യങ്ങൾ, കാര്യങ്ങൾ വിലയിരുത്തി ആധുനിക കാലഘട്ടത്തിലെ വെല്ലുവിളിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാൻ പരമാവധി ശ്രമിക്കും. യേശുക്രിസ്തുവിൻ്റെ ജീവിതം എന്ന് പറയുന്നത്, സന്ദേശം എന്ന് പറയുന്നത് പലപ്പോഴും ദരിദ്രന്മാരെയും പീഡനം അനുഭവിക്കുന്നവരെയും രോഗികളെയും നിരാശപ്പെടുന്നവരെയും ദുഃഖിതരെയും ഒക്കെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടി പരമാവധി സഹായഹസ്തം നീട്ടി അവരെ ഉൾക്കൊള്ളുന്ന ഒരു ക്രൈസ്തവ സന്ദേശമാണ് യേശുക്രിസ്തു ലോകത്തിന് നൽകിയത്. അപ്പോൾ ആ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ അനുയായികൾക്കും പിൻഗാമികൾക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് പരമാവധി ചെയ്യാം. ഒരു സംഘർഷ ഭൂമിയാകുമോ എന്നുള്ള ഒരു സംശയം ഇപ്പോൾ പല കേന്ദ്രങ്ങളിൽ നിന്നും അങ്ങനെ ഒരു സംശയമുണ്ട്. ഒരു വിഭാഗം കേന്ദ്രീകരിച്ച് ഈ ആരാധനാലയത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതിനുള്ള ഒരു ശ്രമങ്ങളൊക്കെ കാണും. അപ്പോൾ ഈ പ്രശ്നങ്ങളെ അങ്ങ് സഭയുടെ മേലധ്യക്ഷൻ എന്ന രീതിയിൽ അങ്ങ് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നറിയാൻ ആഗ്രഹിക്കുന്നു. അത് ഒരു അനാവശ്യമായ ചിന്തയാണ്. കാരണം പരിമലയിലൊരു സംഘർഷം ഉണ്ടാകാൻ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. 108 വർഷമായി ഇവിടെ സ്വസ്ഥമായി ദൈവത്തെ ആരാധിക്കുകയും പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് നാനാജാതി മതസ്ഥരെ
ഇവിടെ വരുന്നു, പ്രാർത്ഥിക്കുന്നു, ആശ്വാസം കൊള്ളുന്നു, തിരിച്ചു പോകുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു സംഘർഷ ഭൂമി ആകണം എന്ന് ചിലരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷെ അത് അവരുടെ വ്യാമോഹമായിട്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പരിശുദ്ധ പരിമല തിരുമേനി തന്നെ അതിന് ആവശ്യമുള്ളത് തക്ക സമയത്ത് നമ്മളൊന്നും വിചാരിക്കാത്ത മാർഗത്തിലൂടെ പ്രവർത്തിച്ചു കൊള്ളും എന്നൊരു വിചാരവും എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ ഈ ജനാധിപത്യ രാജ്യത്തിലെ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് തന്നെ പരമാവധി ഇവിടെ ഒരു സംഘർഷ ഭൂമി അല്ലാതിരിക്കാൻ തക്കവണ്ണം മലങ്കര സഭ ഒന്നടങ്കം ഈ വക കാര്യങ്ങളിൽ അവബോധമുള്ളവരാണ്. അങ്ങനെ ഒന്നും ഉണ്ടാകാൻ വഴിയില്ല. കാരണം നാളിതുവരെ ഒരു അവകാശങ്ങളും ഉന്നയിക്കാത്ത ഒരു വിഭാഗത്തിൽ നിന്നൊരു പക്ഷേ ഈ ഗൂഢോദ്ദേശം മനസ്സിൽ കരുതിക്കൊണ്ട് ഉന്നയിക്കുന്നുണ്ടാകാം. പക്ഷെ അത് വ്യാമോഹം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അതുപോലെ തന്നെ സ്നേഹം, സമാധാനം, നീതി ഇങ്ങനെ ആഗ്രഹിക്കുന്നവർക്കൊന്നും ഇത് അങ്ങനെ സംഘർഷ ഭൂമിയാക്കാൻ ഒരിക്കലും അതിനെ തോന്നുകയില്ല. ആ വിധത്തിൽ അത് ഉണ്ടാകുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.